കുറച്ചു പേരൊക്കെ റൂഫിന്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റൂഫിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണുള്ളത്. ഒന്ന് കിങ് പോസ്റ്റ് ട്രസ്സും മറ്റൊന്ന് ക്യൂൻ പോസ്റ്റ് ട്രസ്സും കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക, എങ്ങനെയാണ് ഇതിന്റെ അളവ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമായിരിക്കും. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതില് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും ഇതിന്റെ സ്പാൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ സ്പാൻ തന്നിട്ടുള്ളത് 700 സെന്റിമീറ്റർ ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് സ്പാൻ. നമുക്ക് അതിനെ സ്യൂട്ടബിൾ സ്കെയിൽ 1:50 ഒക്കെ സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കാം. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് സ്പാൻ എന്ന് പറയുന്നത്. പിന്നെ 30 സെന്റിമീറ്റർ വാൾ തിക്നെസ് ആണ്, രണ്ട് സൈഡിലും വാളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊട്ട് മേലെ നമുക്കൊരു ബെഡ്, ഒരു കോൺക്രീറ്റ് ബെഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വീതിയും 30 സെന്റിമീറ്റർ ആണ് വരുന്നത്. വീതി 30 സെന്റിമീറ്ററും ഹൈറ്റ് 10 സെന്റിമീറ്ററും ആണെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടോ, കോൺക്രീറ്റ് ബെഡ് ബ്ലോക്ക് 300/100 എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇപ്പൊ ഇങ്ങനെ നമ്മൾ വാള് വരച്ചു, രണ്ട് സൈഡിലും വാള് വരച്ചിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് ആണ് ഈ നമ്മൾ പറഞ്ഞ 700 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഈ വാൾ തിക്നെസ് ആണ് 300 സെന്റിമീറ്റർ. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും 300 സെന്റിമീറ്റർ ആണ്, 30 സെന്റിമീറ്റർ ആണ് വാൾ തിക്നെസ് വരുന്നത്. ഇനി ഇതിന്റെ മേലെയാണ് നമ്മുടെ ബെഡ്, കോൺക്രീറ്റ് ബെഡ് ഇരിക്കുന്നത്. അപ്പൊ അത് അവര് 300/100 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് 300 സെന്റിമീറ്റർ ഇത് ഇങ്ങോട്ടേക്ക് 100 mm കേട്ടോ, അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ ഇവിടെ 100. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ബ്ലോക്ക് അല്ലേ വരുന്നത്. ആക്ച്വലി ഇത് ഇങ്ങനെ നീളത്തിൽ പോകുന്ന ഒരു പീസ് ഓഫ് ബ്ലോക്ക് ആയിരിക്കും. നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമായിരിക്കും കാണുക. അതുകൊണ്ടാണ് ഇവിടെ 300 ഇവിടെ 100 കേട്ടോ. ഇത് മില്ലിമീറ്ററിലാണ്, ഇവിടെ വരയ്ക്കുന്നത് നമുക്ക് സെന്റിമീറ്ററിൽ. അപ്പം ഇവിടെ ഇങ്ങോട്ടേക്ക് ഓൾറെഡി 30 ഉണ്ടല്ലോ, ഇനി ഇങ്ങോട്ടേക്ക് ഒരു 10 കൂടെ വരയ്ക്കുക. അപ്പം അതിന്റെ മേലെ നമുക്ക് ഇങ്ങനെ ഈ ബെഡ് കോൺക്രീറ്റ് കാണിക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് ആള് കേട്ടോ. ഇതെങ്ങനെ വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ളതൊരു പീസാണ്. ഇപ്പൊ വാള് നമുക്കറിയാം, വാൾ ഇങ്ങനെ നീളത്തിൽ പോകുന്ന ഒരു സാധനമാണല്ലോ. ആ വാളിന്റെ മേലെ ആയിരിക്കും ഈ ഒരു ബെഡ് ബ്ലോക്കും കൂടെ, കോൺക്രീറ്റ് ബെഡും കൂടെ ഇട്ടിട്ടുണ്ടാവുക. അതിന്റെ മേലേക്കാണ് നമ്മൾ റൂഫ് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. ഇതാണ് ആ ഭാഗം എന്ന് പറയുന്നത്. ഇനി ഈ ബെഡ് കോൺക്രീറ്റിന്റെ മേലെയായിട്ട് നമ്മുടെ നീളത്തിൽ പോകുന്ന ആള് കണ്ടോ, അതാണ് നമ്മുടെ ടൈ ബീം എന്ന് പറയുന്ന ആള്. ടൈ ബീമിന്റെ അളവ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 10/20 ആണ്. അതായത് 10 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ. അതെന്ത് അളവാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ദേ ഇങ്ങനെയാണ് നമ്മുടെ ടൈ ബീം ഉണ്ടായിരിക്കുക. ഈ ഒരു പോർഷനാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത്. ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു മെമ്പർ മാത്രമാണോ? അല്ല, ഇതിന്റെ പുറകിലോട്ട് ദേ ഇങ്ങനെ പോകുന്ന ഒരു പീസാണ് ആക്ച്വലി ടൈ ബീം എന്ന് പറയുന്ന ആള്. ഇത്തരത്തിലുള്ള ഒരു പീസാണ്. അപ്പൊ നമ്മളെപ്പോഴും കാണാൻ ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആണ് അല്ലെ, നമ്മൾ ഡ്രസ്സിന്റെ മുന്നിൽ നിന്നാണ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ലെങ്ത് എന്തായാലും ആ ചുമര് എത്ര, ഈ ഗ്യാപ്പ് എത്ര ഉണ്ടോ അത്രയും ഗ്യാപ്പിൽ കൂടുതലായിട്ടായിരിക്കും ആ ലെങ്ത് വരുന്നത്. പക്ഷേ ഇതിന്റെ ഈ ഹൈറ്റ് കണ്ടോ നിങ്ങൾ, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഏത് ഹൈറ്റാണ് കാണുന്നത്? ഹൈറ്റ് കൂടിയ ഭാഗമാണ് നമ്മൾ കാണുക. അതായത് ഇവിടെ ഇതാണ് നമ്മുടെ 20 സെന്റിമീറ്റർ ഭാഗം, ഇതാണ് നമ്മുടെ 10 സെന്റിമീറ്റർ ഭാഗം. പക്ഷെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ 20 സെന്റിമീറ്റർ മാത്രമേ കാണൂ. അതുകൊണ്ടാണ് അത് ഇത്തരത്തിലുള്ള ഒരു പീസായിട്ട് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ എടുക്കേണ്ട അളവ് 20 സെന്റിമീറ്റർ ആണ്. ഞാൻ എല്ലാം പറയുന്നത് ആക്ച്വൽ അളവാണ്, നിങ്ങളിത് സ്കെയിൽ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. അപ്പം അത് ഇതിന്റെ മേലെയായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെ. ഇതിന്റെ മേലെ ഇങ്ങനെ നീളത്തിൽ, ഇത് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ 20 സെന്റിമീറ്ററിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഡെപ്ത് ആണ് നമ്മുടെ 20 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആള് കേട്ടോ. ഇതാണ് നമ്മുടെ ടൈ ബീം. ഞാൻ നിങ്ങൾക്ക് ഈ അളവ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു റഫ് വരെയാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇനി ഈ രണ്ട് സൈഡിലോട്ടുള്ള സ്ലോപ്പ് നമ്മളൊരു 30 ഡിഗ്രിയാണ് എടുക്കുന്നത്. അതായത് ഇവിടെ ഒരു 30 ഡിഗ്രി, ഇവിടെ ഒരു 30 ഡിഗ്രി. അതിൽ നിന്നാണ് നമ്മുടെ ഈ രണ്ട് പ്രിൻസിപ്പൽ റാഫ്റ്ററുകൾ പോയിട്ടുള്ളത്. ഇതല്ലേ, ഇതാണ് ഒരു പ്രിൻസിപ്പൽ റാഫ്റ്റർ, ഇത് അടുത്ത പ്രിൻസിപ്പൽ റാഫ്റ്റർ. അപ്പം ഇവര് രണ്ടുപേരും പോയിട്ടുണ്ട്. അപ്പൊ ആ പ്രിൻസിപ്പൽ റാഫ്റ്ററിന്റെ സൈസ് എന്ന് പറയുന്നത് 10/15 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 10/15 ആണ്. അപ്പം അതും എത്തരത്തിലാണ് വരാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതിന്റെ മേലേക്കാണ് നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്റർ പോകുന്നത് അല്ലെ. ഇത്തരത്തിലാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഈ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്ന ആള് ട്രസ്സിന്റെ രണ്ട് സൈഡിലും ഇരിക്കുന്ന ആളാണ്. അപ്പം ഇതിങ്ങനെ നീളത്തിൽ പോകുന്നുണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എൻഡ് ചെയ്യാത്ത രീതിക്ക് അപ്പം ഇങ്ങോട്ടേക്കും ഉണ്ടായിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്ന ആള് കേട്ടോ. ഈ സൈഡിലോട്ട് പ്രിൻസിപ്പൽ റാഫ്റ്റർ വരുന്നുണ്ട്. അപ്പൊ ഇതും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയുള്ള പീസാണ് നമ്മുടെ
ഇങ്ങനെ പോകുന്ന പീസസ് ആണ്. നമ്മൾ ഫ്രണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം ഈ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഈ ഒരു ഭാഗമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിലും നമ്മൾ അളവെടുക്കുമ്പോൾ ഈ ഭാഗമാണ് 15, ഇങ്ങോട്ടേക്കുള്ള ഭാഗമാണ് നമ്മുടെ 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഈ ഒരു 15 ആയിരിക്കും കാണുന്നത്. അപ്പൊ അതിങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ ആ പീസ്. ഇവിടെ 15. ബാക്കിലോട്ടുള്ള വീതി നമ്മൾ കാണുന്നില്ല. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ഇതിന്റെ മേലെ നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് കുറച്ച് ഇപ്പുറത്തേന്നായിട്ടാണ് അത് പോകുന്നത്. അപ്പൊ അത് കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇവിടുന്ന് 30 ഡിഗ്രി ഒക്കെ എടുത്തിട്ട് നിങ്ങൾ രണ്ട് സൈഡിൽ നിന്നും 30 ഡിഗ്രി ഒക്കെ എടുത്താൽ അത് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ വരുന്നുണ്ട് ഇവിടെ. അപ്പം ഈ ആംഗിള് 30 ഡിഗ്രി എടുക്കാൻ നിങ്ങൾ മറക്കരുത്. 30 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു വാൾ പ്ലേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതും 10-15 എന്നാണ് അളവ് തന്നിട്ടുള്ളത്. അപ്പൊ വാൾ പ്ലേറ്റിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഡെപ്ത് കൂടിയ ഭാഗമായിരിക്കും 15. ബാക്കി ഇങ്ങനെ ബാക്കിലോട്ട് ഉണ്ടായിരിക്കും ഈ സാധനം കേട്ടോ, വാൾ പ്ലേറ്റ്. അപ്പം ഇതാണ് 10 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പീസ് എങ്ങനെ ഉണ്ടായിരിക്കും? ഇത് 15ഉം ഇവിടെ 10ഉം ആയിട്ടാണ് ഉണ്ടാവുക. ഇതിങ്ങനെ വരും, ഇത്തരത്തിലുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് വാൾ പ്ലേറ്റ്. അതാണ് അടുത്ത ആള്. ഇനി ഈ വാൾ പ്ലേറ്റിന്റെ മേലെയായിട്ട് നമ്മുടെ കോമൺ ഡ്രാഫ്റ്റർ ഇരിക്കുന്നുണ്ട്. കോമൺ ഡ്രാഫ്റ്ററിന്റെ അളവ് എന്ന് പറയുന്നത് ഇതേ ഈ പോകുന്ന ആള്, ഇതാണല്ലോ കോമൺ ഡ്രാഫ്റ്റർ. കോമൺ ഡ്രാഫ്റ്റർ ആണ്. ഇത് അടുത്ത കോമൺ ഡ്രാഫ്റ്റർ ആണ്. ഈ കോമൺ ഡ്രാഫ്റ്ററിന്റെ അളവ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും എത്രയാന്നുള്ളത്. 5/10 ആണ് അത് എഴുതിയിട്ടുള്ളത് കേട്ടോ. സ്പാർസ് എന്ന് വെച്ചാലും കോമൺ ഡ്രാഫ്റ്ററിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് 5/10 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ അതുപോലെ തന്നെ എടുക്കണം. 10 ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. 5 നമ്മൾ കാണില്ല, ബാക്കോട്ടുള്ള പോർഷൻ ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് മേലെയായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു പീസും കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ സെന്ററിൽ ഒരു റിഡ്ജ് പീസ് ഉണ്ട്. അതിന്റെ അളവ് 17.5/5 ആണ്. അപ്പൊ അതും സെയിം ഡെപ്ത് ആണ് കൂടുതൽ. താഴോട്ട് 17.5ഉം ഇങ്ങോട്ടേക്ക് 5ഉം ആണ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു പീസ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, റിഡ്ജ് പീസ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതിന്റെ മേലെ ഓട് വെച്ചിട്ടുണ്ട്. ഓട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബാറ്റൻസ്, അതായത് ഇങ്ങനെ കുറച്ച് പീസസ് വെക്കുക. ഇപ്പൊ നമ്മൾ റൂഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ മാത്രമല്ല പീസസ് വെക്കുക, നമ്മൾ ഇങ്ങനെയും പീസസ് വെക്കുന്നുണ്ടായിരിക്കും അല്ലെ. ആ പീസസ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ പീസ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു പീസ് ആയിട്ടായിരിക്കും കാണുന്നത്. ആ പീസും ഇതിന്റെ മേലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ അവിടെ ബാറ്റൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ ബാറ്റൻസ്. ഇപ്പൊ ബാറ്റൻസിന്റെ അളവ് 5/3 ആണ്. ബാറ്റൻസ് വെക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇവിടെ 5ഉം ഇവിടെ 3ഉം കേട്ടോ. ഇങ്ങനെ 5/3, അതായത് ഇങ്ങനത്തെ കുഞ്ഞു പീസാണ്. അതിൽ ഇവിടെ 5ഉം ഇവിടെ 3ഉം ആയിരിക്കും വരുന്നത് ബാറ്റൻസ് വെക്കുന്ന കേസിൽ കേട്ടോ. ബാറ്റൻസ് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണല്ലോ കാണുന്നത്. അപ്പൊ അത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മേലെ ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ടിരിക്കുന്നത് മൊത്തം ഓടാണ് കേട്ടോ. ആ ഓട് ജസ്റ്റ് നിങ്ങൾ ആ ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ബാറ്റൻസിന്റെ സ്പേസിങ് 35 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ബാറ്റൺ വെച്ചതിന് ശേഷം അടുത്ത ബാറ്റണിക്കുള്ള അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് 35 സെന്റിമീറ്റർ എന്നുള്ളത്. അപ്പൊ അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാറ്റൺസ് വരച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഈ കാണുന്ന കോമൺ ഡ്രാഫ്റ്ററിന്റെ ഈ കാണുന്ന പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിന്റെ ഇടയ്ക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് നീളത്തിൽ ഒരു പീസ് എക്സ്ട്രാ പോകുന്നുണ്ട് ഇതിന്റെ താഴെ ഭാഗത്ത് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ പർലിൻ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പർലിനെയും കൂടെ വരച്ചു കൊടുക്കണം. അതിന്റെ അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 7.5/17.5. അതും അതുപോലെ തന്നെ ഡെപ്ത് കൂടുതലായിരിക്കും, 17.5. ഇവിടെ 7.5 എന്നുള്ള രീതിക്കും അതെടുത്തിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ 2 സ്ട്രട്ടുകളാണ് ഈ ചെരിഞ്ഞിട്ടുള്ള. പിന്നെ ഇവിടെ നമ്മുടെ ഒരു കിങ് പോസ്റ്റ് ഉണ്ട്. അപ്പൊ കിങ് പോസ്റ്റിന്റെ അളവും അങ്ങനെ തന്നെയാണ്. 15/10 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലി ആണല്ലോ അത് വരുന്നത്. ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പീസസ് ഉണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഇതെടുക്കുമ്പോഴും ഇവിടെ 15ഉം ഇവിടെ 10ഉം ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങളത് ഇങ്ങനെ കോർണറിൽ വരയ്ക്കുമ്പോൾ ഈ ഒരു വീതി നിങ്ങൾ 15 ആയിട്ട് എടുത്തോ, ബാക്കിലോട്ടായിരിക്കും 10 വരുന്നത്. പിന്നെ ഇതിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് 2 പീസസ് സ്ട്രട്ടുകൾ പോയിട്ടുള്ളത്. സെയിം സ്ട്രട്ടിന്റെ അളവും കൊടുത്തിട്ടുള്ളത് 10/10 ആണ്. അപ്പം ഈ ഒരു വീതി നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വീതി 10 സെന്റിമീറ്റർ ആയിട്ട് എടുത്താൽ മതി. ഇതെല്ലാം സ്കെയിൽ ചെയ്തിട്ട് വേണം കേട്ടോ അളവെടുക്കാൻ.
ഞാൻ ജസ്റ്റ് അത് വരയ്ക്കുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞത്. എനിക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സാധനങ്ങളും അതിന്റെ പാർട്സും അതിന്റെ അളവുകളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ക്യൂൻ പോസ്റ്റിലും വരുന്നത്, വ്യത്യാസമൊന്നുമില്ല. കുറച്ച് 1-2 പാർട്സ് എക്സ്ട്രാ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അളവെടുക്കേണ്ടതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു 30 സെന്റിമീറ്റർ ഹൈറ്റ് വിട്ടിട്ടാണ് ഈ സ്ട്രട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രട്ടിന്റെ അടുക്കും ഈ കിങ് പോസ്റ്റിന്റെ അടുക്കുള്ള ഈ ആംഗിളും 30 ഡിഗ്രിയാണ്. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവരിവിടെ എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഫിഗറിൽ നിങ്ങൾ കണ്ടോ, കിങ് പോസ്റ്റിൻ്റെ സൈസ് അവിടെ 15/10 ആണ്. 15 എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്താണ്, 10 ആണ് ഹൈറ്റ് എന്നുള്ള കാര്യം ഇങ്ങനെ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ സൈസുകളും ഇങ്ങനെ ഇവിടെ സെക്ഷൻ A, C, B എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻസിൻ്റെ ഒക്കെ എൻലാർജഡ് ആയിട്ടുള്ള വ്യൂ ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇമേജസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ എടുത്തതിൽ എന്തെങ്കിലും അങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഈ ഇമേജസ് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ക്യൂൻ പോസ്റ്റും വരുന്നത്. ചെറിയ അളവുകളുടെ മാറ്റേ ഉള്ളൂ, 1-2 പാർട്സ് എക്സ്ട്രാ വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതും നിങ്ങൾ ഇതുപോലെ തന്നെ നോക്കുക. താഴെ ഇതിൻ്റെ ഭാഗങ്ങളും എൻലാർജ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.